നമസ്കാരം. വേടനെക്കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. വേടനെക്കുറിച്ച് മാത്രമല്ല, കാരണം ഇന്ന് വേടൻ തരംഗമായി മാറിയിരിക്കുന്നു. കേരളത്തിന് മുഴുവൻ തരംഗമായി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അതേപോലെ തന്നെ പൊതുസമൂഹം മുഴുവൻ, നമ്മളുടെ പ്രഖ്യാപിത സാംസ്കാരിക നായകർ എല്ലാവരും വേടനെക്കുറിച്ച് സംസാരിക്കുന്നു. ഗവൺമെൻറ് വേടൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, പ്രതിപക്ഷം വേടൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് അപാരം എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു പ്രതിഭയുള്ള സർഗധനായ ഒരു യുവാവാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ബിംബകൽപ്പനകളും അവയുടെ ചേർക്കലും ഇതെല്ലാം കൂടെ സൃഷ്ടിക്കുന്ന ആ ഒരു കാണികളിൽ സൃഷ്ടിക്കുന്ന ഒരു ചിത്രവുമൊക്കെ വളരെ ഗംഭീരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതേസമയത്ത് എന്താണ് വേടൻ്റെ രാഷ്ട്രീയം? എല്ലാവരും പറയുന്നു വേടൻ ലേശം കഞ്ചാവ് ഉപയോഗിച്ചു, വെള്ളം ഒഴിച്ചു, അതൊക്കെ മാറ്റി വയ്ക്കുക. വേടൻ പറയുന്ന രാഷ്ട്രീയത്തെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ എന്താണ് വേടൻ്റെ രാഷ്ട്രീയം? ഈ കേരളം മുഴുവൻ ഏറ്റുവാങ്ങുന്ന വേടൻ്റെ രാഷ്ട്രീയം എന്താണ്? അപ്പോൾ അതിനകത്തൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. വേടൻ ഏതാനും നാൾ മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിൽ വേടൻ പറയുന്നുണ്ട്, തൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് താൻ പാടുന്നത് തൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തൻ്റെ ആ പാട്ടിലൂടെ താൻ കടത്തിവിടുന്നത് തൻ്റെ ആങ്കറിനെയാണ് ആ രീതിയിലേക്ക് മാറ്റിവിടുന്നത്. അതായത് കോപം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ കലി, ഇതിനെയാണ് തൻ്റെ രാഷ്ട്രീയമായിട്ട് കടത്തിവിടുന്നത്. ഇതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെങ്കിൽ കേരളത്തിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ യാതൊരു ചെറിയ സഹായം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അതിലൂടെയുള്ള സാന്നിധ്യം ഒട്ടും അറിയിക്കാതെ തന്നെ വേടൻ യുവതലമുറയുടെ ഇടയിൽ, കൗമാരക്കാരുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ ഒരു വലിയ ആവേശവും ഹരവുമായി മാറിയത്. വേടൻ്റെ ഉള്ളിൽ തീയുണ്ട്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ തീയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തീ ഒരേ സമയത്ത് ക്രിയാത്മകവുമാണ്, അതേ സമയത്ത് എത്ര തന്നെ ക്രിയാത്മകമാണോ അത്ര തന്നെ വിനാശകരവുമാണ്. നമുക്കറിയാം, ഒരു ചെറിയ തീപ്പൊരി മതി ഒരു കാട്ടുതീ ഉണ്ടാകാനായിട്ട്. അപ്പം തീ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ അത് വൻ ദുരന്തം തന്നെ ഉണ്ടാക്കും. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എടുത്ത് നോക്കുക. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായിട്ട് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന ആങ്കറിൻ്റെ രാഷ്ട്രീയമാണ്. അതിൻ്റെ അതിലേക്ക് പോകുന്നില്ല. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും. ഈ ആങ്കറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, അല്ലെങ്കിൽ ഈ കലിയുടെ, അല്ലെങ്കിൽ കോപത്തിൻ്റെ, അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഈ രാഷ്ട്രീയം അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെത്തി നിൽക്കുകയാണ്. അത് ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും വയസ്സ് ചെന്നവരെയും ഒക്കെ ഈ രാഷ്ട്രീയം, ഈ ആങ്കറിൻ്റെ രാഷ്ട്രീയം വ്യക്തിപരമായി സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ, അതിൻ്റെ മൂർധന്യത്തിലാണെന്ന് കേരളം നിൽക്കുന്നത്. അതിൻ്റെ ചില പ്രകടനങ്ങളാണ് ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന വിവിധതരം വാർത്തകൾ. പരസ്പരം കുടുംബാംഗങ്ങൾ തല്ലിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, പ്രണയം തെറ്റിക്കഴിഞ്ഞാൽ കാമുകൻ കാമുകിയെ കുത്തിക്കൊല്ലുന്നു, ചുട്ടുകൊല്ലുന്നു, കുഞ്ഞിനെ എടുത്ത് തറയടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം ഈ ആങ്കറിൻ്റെ ഒരു വിവിധ തലങ്ങളിലുള്ള ഒരു പ്രകടനമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു നോക്കുക. രാഷ്ട്രീയത്തിലും ഇന്ന് ഇതിന് ആധാരമായി പ്രവർത്തിക്കുന്നത് ഈ ആങ്കറാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെലിവിഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ മതി. വളരെ പ്രായം ചെന്ന മുതിർന്ന പക്വമതികളെന്ന് സ്വയം കരുതുന്ന ചില വ്യക്തികളുടെയൊക്കെ ഈ പ്രസ്താവന യുദ്ധങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ മാധ്യമങ്ങൾ വാർത്തകളെ സമീപിക്കുന്നത്, അതിൻ്റെ ആധാരം ഈ ആങ്കറാണ്. അതറിയണമെങ്കിൽ നമ്മുടെ ഈ വൈകുന്നേരത്തെ ടെലിവിഷൻ ചർച്ചകളിലേക്ക് നോക്കിയാൽ മതി. എങ്ങനെയാണ് ആങ്കറിനെ ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റും. അപ്പം ഇത് കേരളത്തിന് താങ്ങാനാവാത്ത, അല്ലെങ്കിൽ ഈ ആങ്കറിൻ്റെ രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ ഈ കലിയുടെ, കോപത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഓരോ കുഞ്ഞും ഇവിടെ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നാണ് ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നത്. കാര്യം, ഒരു മോചനം തേടാത്ത മനുഷ്യരാരും തന്നെയില്ല. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ വേടൻ്റെ രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ വേടൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത്, ആ യുവാവ് തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് തിരുത്താൻ തയ്യാറുള്ള ഒരു
യുവാവ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് താൻ കൊച്ചു കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്, അതാണ് തനിക്കുള്ളൊരു വിഷമം. അതുകൊണ്ട് താൻ ഈ വെള്ളപിടിയും അതേപോലെ തന്നെ വലിയുമൊക്കെ മോശം സ്വഭാവമാണ്, അത് ഞാൻ തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുന്നത്. ഇത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ആ ഒരു സ്വഭാവ പ്രകടനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുവാവ്, ഇത്രയും സർഗധനായ ഒരു യുവാവ്, തൻ്റെ ഈ ആങ്കറിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തൻ്റെ ഈ കോപത്തെ തിരിച്ചറിഞ്ഞിട്ട് അത് ക്രിയാത്മകമായിട്ട് സർഗാത്മകമായിട്ട് ആ ഊർജത്തെ തിരിച്ചുവിടും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ വേടന് കേരളത്തിൽ സൃഷ്ടിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ക്രിയാത്മകമായ മാറ്റമായിരിക്കും. അതല്ല എങ്കിൽ ഇന്ന് നാം കാണുന്ന വേടൻ്റെ ഈ റാപ്പ് പരിപാടി കാണാനായിട്ട് അല്ലെങ്കിൽ റാപ്പ് ഷോ കാണാനായിട്ട് കൂടുന്ന ഈ കൊച്ചു കുട്ടികളടങ്ങുന്ന വൻ ജനസമൂഹം, അത് ഭാവിയിൽ വികസിക്കുന്ന ഒരു ലഹരി മരുന്നിൻ്റെ കമ്പോളമായി മാറും എന്നുള്ളതിനും സംശയമില്ല.